ഹലോ ഗായ്സ്, ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ഇപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ്. പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ട്രെയിൻ തന്നെ ബുക്ക് ചെയ്തു. രാജധാനി ട്രെയിനാണ്. അപ്പോൾ ഇവിടുന്ന് രാവിലെ 6:15 ട്രെയിൻ. ഇപ്പം ഞങ്ങൾ നിസാമുദ്ദീനിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ നിന്നാണ്. അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ എത്തി. ഒരു 4 മണിക്ക് ഞങ്ങൾ തിരിച്ചു. ഞങ്ങളുടെ അടുത്തായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ ട്രെയിനിൽ നിന്നുള്ള യാത്രകളും അത് ഫുഡും ഇതൊക്കെയാണ്. അങ്ങനെ ഒരു 8 മണിയായപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. പിന്നെ ഇതിനകത്ത് ഫുഡെല്ലാം ഫ്രീ ആണ്, കാരണം നമ്മൾ അത്രയും പൈസയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ നോൺ വെജ് ആയിരുന്നു ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ചും ഓംലെറ്റും ആയിരുന്നു കിട്ടിയിരിക്കുന്നത്. കൂടെ ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. സോ ആക്ച്വലി എൻ്റെയും ഫസ്റ്റ് ട്രെയിനാണ്. രാജധാനിയിൽ നമുക്കിപ്പം തന്നത് വെള്ളവും, പിന്നെ നമുക്ക് ഇതിനകത്തുള്ളത് ചായപ്പൊടിയും ക്രീമും പിന്നെ കുടിച്ചു. കുഴപ്പമില്ല. ബട്ട് എൻ്റെ കൂടെ ഉള്ളത് കേരളയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ സ്പേസ് കേരളയ്ക്ക് ഇച്ചിരി കൂടെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പെട്ടി വരാനകത്ത് സ്പേസ് ഇല്ല. കാരണം ഞങ്ങൾക്ക് തന്നെ അത്യാവശ്യം 2-3 പെട്ടി ഉണ്ടായിരുന്നു, പക്ഷേ സ്പേസ് ഒട്ടും ഇല്ലായിരുന്നു നോക്കാൻ. അതൊരു നെഗറ്റീവാണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് സ്പേസിലെന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കൃത്യം 1 മണിയായപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് കൊണ്ടുവന്നു. ചിക്കൻ കറിയും റൈസും കേടും റൊട്ടിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കൂടാതെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഐസ്ക്രീമും കിട്ടി കോംപ്ലിമെൻ്ററി ആയിട്ട്. നല്ല ടേസ്റ്റ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിരുന്നോണ്ട സമയത്ത് കൃത്യം ഒരു 4:30 ആയപ്പോൾ നമുക്ക് സാൻഡ്വിച്ചും ബിസ്ക്കറ്റും എല്ലാം കൂടെ തന്നു. ഇവിടെ നമുക്ക് 3 നേരം ഫുഡുണ്ട്. അപ്പോൾ ഞാൻ ചിലർക്ക് കച്ചോടി കുഴപ്പമില്ലായിരുന്നു, കുറച്ച് സ്പൈസി ആയിരുന്നേ ഉള്ളൂ, പക്ഷേ ഓക്കെ എന്ന് പറയാം. എല്ലാ ഫുഡ് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, ഈ ചേട്ടനാണ് നമുക്ക് ഫുഡ് തരുന്നത്. ഇപ്പം രാത്രിയിൽ ഫുഡായി. ഇതാണ് ഇനി ഇന്നത്തെ ദിവസത്തെ ഫുഡിനില്ല. ഇന്നും കൊണ്ട് ഇവിടുത്തെ ദിവസത്തെ ഫുഡ് തീർന്നു. എൻ്റെ വിളിച്ചിട്ട് മട്ട് വെട്ടി മാർക്ക് കഴിയുന്നതാണ് പറയുന്നത്. നമുക്ക് വേണ്ടി വീണ്ടും ഡെസേർട്ട് തരാൻ വേണ്ടി ചേട്ടനത് ഐസ്ക്രീം തന്നെ. ഈ ചേട്ടൻ നൈസാണ്. ഫുഡ് മൊത്തം തീർന്നു. നമ്മുടെ ഐസ്ക്രീം ചേട്ടൻ നമുക്കത് തന്നു. അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇങ്ങനെ എണീറ്റ സമയത്ത് തന്നെ കണ്ട കാഴ്ച നല്ല രസമുണ്ടായിരുന്നു. നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതും നല്ല പച്ചപ്പും. കാരണം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ജനലിൽ നോക്കി തന്നെ ഇരുന്നു. അങ്ങനെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് ബിസ്ക്കറ്റും ചായട്ട് രാവിലെ തന്നെ വന്ന ചേട്ടൻ അത് കുടിച്ചുകൊണ്ട് തന്നെ വീണ്ടും നമ്മളിങ്ങനെ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ പോകാൻ കഴിഞ്ഞ് കറക്റ്റ് 8:30 ആയപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എന്നും ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ബ്രെഡ് ഓംലെറ്റ്, ബ്രെഡ് എനിക്കൊന്ന് ബട്ടർ മാത്രം വേറൊന്നുമല്ല, സെയിമാണ്. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് വന്ന് ഇന്നലെ തന്നെയുള്ള സെയിം ഫുഡ് തന്നെയാണ് എണ്ണം കിട്ടിയേക്കുന്നത്. ഫുഡ് വ്യത്യാസമുണ്ട്, കാരണം കേരളത്തിലോട്ട് വരാം. പക്ഷേ ഇന്നലത്തെ ചിക്കൻ കറിയാണ് കുറച്ചും കൂടെ ബെറ്റർ, പരിപ്പും എല്ലാം. പക്ഷേ ഇന്നത്തെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ആക്ച്വലി നമ്മളിവിടെ നാട്ടിൽ വന്നതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അറ്റൻഡ് ചെയ്തു. പക്ഷേ ട്രെയിൻ ഭയങ്കര നേരത്തെ എത്തി. നമ്മളൊരു 30 മിനിറ്റ് മുന്നേ തന്നെ കോഴിക്കോട് എത്തി. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ പുറത്തിറങ്ങി നിൽക്കാനൊക്കെ പറ്റിയായിരുന്നു. ഇത് രാജധാനി ട്രെയിനിൻ്റെ ഒരു ഗുണം അത് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. എറണാകുളത്തൊരു 7:30 എത്തി. ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ പെട്ടികൾ. അങ്ങനെ ഞങ്ങൾക്ക് എറണാകുളം സൗത്തിൽ നേരെ നോർത്തിലോട്ട് പോകണമായിരുന്നു. പിന്നെ ടയേർഡായ കാരണം പിന്നെ ബാക്കി വീഡിയോ എടുത്തില്ല വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.